ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലിജോ തോമസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അൻപോട് കൺമണി എന്ന് പറയുന്ന ഒരു മൂവിനെ റിവ്യൂ ചെയ്യാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അർജുൻ അശോകൻ, അനഘ നാരായണനാണ് ഈ ഒരു മൂവിയിൽ മെയിൻ റോളിൽ എത്തുന്നത്. മാല പാർവതി, അൽതാഫ് സലിം, ജോണി ആന്റണി, ഭരത് മാനുവൽ, നവാസ് വള്ളിക്കുന്ന്, മൃദുൽ നായർ, അങ്ങനെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു മൂവിയിൽ എത്തുന്നുണ്ട്. എങ്കിലും ഈ ഒരു മൂവിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ കുട്ടിക്ക് എത്ര പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന ഒരു മൂവി തന്നെയാണ്. അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കുന്ന ദമ്പതികളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്ട്രഗിൾ, അവരെത്രത്തോളം സമൂഹത്തിൽ എന്തെല്ലാം കേൾക്കേണ്ടി വരുന്നു എന്ന് ഈ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം സ്ട്രഗിളുകൾ അവർ അനുഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നുന്ന രീതിയിലാണ്. കാരണം ഈ ഒരു മൂവി ഒരു ആവർത്തന വിരസത തോന്നുന്ന പോലെ തോന്നിയിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ലാഗും കാര്യങ്ങളും ഈ ഒരു മൂവിയിൽ തോന്നി. എങ്കിലും ഇമോഷണലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയി ഫീൽ ചെയ്യാം. എങ്കിലും നമുക്ക് എവിടെയൊക്കെ ഒരു മിസ്സിങ് തോന്നും. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ് കേട്ടോ. പക്ഷെ ഒരിക്കലും ആ ഒരു സ്റ്റോറിയെ നമ്മൾ മോശം എന്നല്ല പറയുന്നത്. പല ആവർത്തി ഒരേ കാര്യങ്ങൾ ഒരേ ആൾക്കാർ തന്നെ ആവർത്തിക്കുമ്പോൾ നമുക്കൊരു ആവർത്തന വിരസത തോന്നും അല്ലേ. ഈ ഒരു വിശേഷം ഉണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് കേൾക്കുന്നതാണ്. അങ്ങനെ കേൾക്കേണ്ടി വരുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. ഒരുപാട് തവണ കേൾക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ മനസ്സിലാകും. അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ടും ഈ ഒരു മൂവി റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്കത് ഭയങ്കരമായിട്ടൊരു ഫീല് തരുന്ന ഒരു മൂവി തന്നെയായിരിക്കും ഈ അൻപോട് കൺമണി എന്ന് പറയുന്നത്. സ്ഥിരമായി നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു മൂവിയിലുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അനഘ നാരായണൻ എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിന്റെ ആ ഒരു അഭിനയത്തെ പറ്റി നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നത് എപ്പോഴും സ്ത്രീകളാണല്ലോ അല്ലെ. എവിടെയും ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. അവരുടെ ആ ഒരു അവസ്ഥ നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ഒരു മൂവിയിലെ ഈ ഒരു കഥാപാത്രം നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. ഈ ഒരു മൂവി കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും പ്രതികരിക്കണം എന്ന് തന്നെയാണ്. ഈ ഒരു കാലത്തുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ഇത്രത്തോളം ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു തവണ അവഗണിച്ചവർ പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളിലൂടെ നമ്മളെ പ്രയാസപ്പെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു സിനിമയിൽ കണ്ടതുപോലെ പ്രതികരിക്കണം എന്നല്ല, എങ്കിലും കുറച്ചൊക്കെ പ്രതികരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു മൂവി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.